അച്ഛൻ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. അമ്മയും അത്യാവശ്യം 4 പേര് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. വീട്ടിൽ അത്യാവശ്യം മെച്ചപ്പെട്ട നിലയിൽ സാമ്പത്തികമൊക്കെയുള്ള ഒരു പെൺകുട്ടി. പക്ഷേ സ്വന്തമായി വ്ളോഗിങ്ങും യൂട്യൂബും ഒക്കെ തുടങ്ങി അതിൽ നിന്ന് ലഭിച്ച വരുമാനം കൊണ്ട് ഒരു ബിസിനസ് സ്ഥാപനം ആരംഭിക്കുന്നു. ഓൺട്രപ്രണർ എന്ന് പറയുന്ന ഒരു ഡെസിഗ്നേഷൻ സമ്പാദിക്കുന്നു. 3-4 സ്റ്റാഫിനെ വച്ച് ആ ബിസിനസ് സ്ഥാപനം വളരെ മെച്ചപ്പെട്ട രീതിയിൽ വിജയകരമായി റൺ ചെയ്ത് കൊണ്ടുപോകുന്നു. ഇതിനിടയിൽ ഈ പെൺകുട്ടിയെ അതിവിദഗ്ധമായി അവരുടെ സ്റ്റാഫ് എന്ന് പറയുന്ന 3 പെൺകുട്ടികൾ ചേർന്ന് കബളിപ്പിക്കുന്നു. മോഷണം തന്നെ, അങ്ങനെ തന്നെ അതിനെ വിശേഷിപ്പിക്കാം. മോഷണം നടത്തുന്നു. പക്ഷേ വീഡിയോകളുടെ തെളിവുകളോടെ ഈ മോഷണ കുറ്റം പിടിക്കപ്പെട്ടപ്പോൾ ഇവർ പറയുന്നത് ജാതീയമായി ഈ പെൺകുട്ടി അവരെ അധിക്ഷേപിച്ചു എന്നുള്ളതാണ്. സർ, എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഏത് ക്രൈമും ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആയി ജാതി കാർഡിനെ ഈ ജാതിയുടെ പ്രിവിലേജിൽ നിന്നുകൊണ്ട് ചിലരെങ്കിലും കളിക്കുന്നില്ലേ? അല്ലെങ്കിൽ ജാതി എന്ന് പറയുന്നത് കേരളത്തിൽ എന്ത് ക്രൈമും ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആയി മാറുന്നില്ല? ഇല്ല, കേരളം ജാതി വ്യവസ്ഥയിൽ നിന്നൊക്കെ മോചനം പ്രാപിച്ചിട്ട് വർഷങ്ങളായി. കേരളത്തിൽ ജാതി വിവേചനമോ അല്ലെങ്കിൽ കേരളത്തിൽ ജാതിയുടെ പേരിൽ ആരെങ്കിലും അധിക്ഷേപിക്കപ്പെടുകയോ ആർക്കെങ്കിലും ജാതിയുടെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. പിന്നെ വരുന്നതെല്ലാം വ്യാജമായിട്ടുള്ള കംപ്ലൈന്റുകളാണ്. ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നുള്ള കംപ്ലൈന്റുകൾ വ്യാജമായിട്ട് വരുന്ന കംപ്ലൈന്റുകളാണ് വരുന്നത്. വടക്കേ ഇന്ത്യയിലോ മറ്റു പല സ്ഥലങ്ങളിലോ ഒക്കെ ഇപ്പോഴും ജാതി ക്രൈമുകളൊക്കെ വരുന്നു എന്ന് പറയുന്നു. ചിലതിൽ സത്യമുണ്ട്, ചിലതിൽ സത്യമില്ല, രണ്ടും അതിൻ്റെ അകത്തുണ്ട്. ഇവിടെ ഈ പർട്ടിക്കുലർ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥാപനം നടത്തുമ്പോൾ ജാതിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ജോലി കൊടുക്കുമ്പോഴും ശമ്പളം കൊടുക്കുമ്പോഴുമാണ് ഉണ്ടാകുന്നത്, മോഷണം നടത്തുമ്പോഴല്ല. ഇപ്പൊ ഇവിടെ ജോലി കൊടുത്തപ്പോൾ ജാതി വിവേചനം ഇല്ലായിരുന്നു, ശമ്പളം കൊടുക്കുമ്പോൾ ജാതി വിവേചനം ഇല്ലായിരുന്നു, അവിടെ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ ഒരെണ്ണത്തിൽ ജാതി വിവേചനം ഇല്ലായിരുന്നു. അതിന്റെ അർത്ഥം ഈ പർട്ടിക്കുലർ നമ്മുടെ കൃഷ്ണകുമാർജിയോ അദ്ദേഹത്തിന്റെ പെൺകുട്ടികളും നടത്തുന്ന സ്ഥാപനത്തിൽ ജാതി വിവേചനം ഇല്ലായിരുന്നു എന്നുള്ളത് സംശയാതീതമായി തെളിഞ്ഞിരിക്കുകയാണ്. അവിടെ അങ്ങനെ ഒരു ഇവന്റേ ഇല്ല. പിന്നെ പ്രശ്നം ഉണ്ടാകുന്നത് എവിടെയാണ്? QR കോഡ് മാറ്റിവെച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് വേറെ QR കോഡ് ഉണ്ടാക്കി ബിസിനസിന്റെ വരുമാനം അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് ഏറ്റവും ഇന്റലിജന്റ് ആയിട്ട് ന്യൂജൻ തട്ടിപ്പ് നടത്തി കട കൊള്ളയടിച്ചു. കടയുടെ വരുമാനം മൊത്തം വേറൊരു ചാനലിലോട്ട് ഡൈവേർട്ട് ചെയ്ത് കൊള്ളയടിച്ചു. അത് ശരിക്കും ഈ പ്രതികളെന്ന് പറയുന്ന 3 പെണ്ണുങ്ങളും മാത്രമല്ല ചെയ്തിരിക്കുന്നത്, അവരുടെ ബന്ധുക്കളും അവരുടെ അനുയായികളുമായിട്ടുള്ള ആൾക്കാരും കൂടെ ചേർന്ന് നടത്തിയ കൊള്ളയാണ്. കൂട്ടുപ്രതികളുണ്ട് ഇതിൻ്റെ അകത്ത്, കുറെ അധികം പ്രതികൾ ഇതിൻ്റെ അകത്തുണ്ട്. ഈ 3 പെണ്ണുങ്ങൾ ഒരു ഫ്രണ്ട് എൻഡ് മാത്രമേ ഉള്ളൂ. ഈ പ്രതികൾ മോഷണം നടത്തിയ സ്റ്റാഫ് എന്ന് പറയുന്നത് ഫ്രണ്ട് എൻഡ് മാത്രമേ ഉള്ളൂ. പോലീസും ഗവൺമെന്റും മീഡിയയും കൂടെ ചെയ്തിരിക്കുന്ന അഭ്യാസം എന്താണെന്ന് ചോദിച്ചാൽ, സൂത്രത്തിൽ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വ്യാജ ജാതി കാർഡ് എടുത്ത് വീശിയിരിക്കുന്നത്. ഇവരെ കൊണ്ട് ഇതിൻ്റെ അകത്ത് മോഷണം നടത്തിച്ചിരിക്കുന്നു. നിങ്ങൾ ഇന്ന ടെക്നോളജി ഉപയോഗിച്ച് മോഷിച്ചുകൊള്ളുക, അത് ഇന്ന അക്കൗണ്ടിലോട്ട് പൈസ ഡൈവേർട്ട് ചെയ്യുക, അത് കവറപ്പ് ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് വേറെ ഇൻകം സോഴ്സ് കാണിക്കുക. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് പുറത്തുള്ള ചില വിദ്വാൻമാരാണ്, പുറത്തുള്ള ചില രാഷ്ട്രീയക്കാരാണ്, പുറത്തുള്ള ചില ജാതിമത സംഘടനകളാണ്. കമ്മി കൊങ്കി തുടങ്ങിയ ആൾക്കാരെല്ലാം ഉണ്ട്. കാരണം ഈ കൃഷ്ണകുമാർജി രാഷ്ട്രീയത്തിലുള്ളതുകൊണ്ട് അദ്ദേഹത്തെയും കുടുംബത്തെയും ഒരു 4-5 വർഷമായിട്ട് ഇന്ത്യ അലയൻസിലെ പല ആൾക്കാരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, മീഡിയ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, രാഷ്ട്രീയക്കാർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഈ കേസ് അന്വേഷിക്കേണ്ടത് NIA ആണ്. കാരണം ഇതിൻ്റെ അകത്ത് നടന്നിട്ടുള്ള തട്ടിപ്പുകൾ അത്രയും വലിയ തട്ടിപ്പുകളാണ്. ലോക്കൽ പോലീസ് ഈ കേസ് കവറപ്പ് ചെയ്ത് ഈ പ്രതികളുടെ ലിസ്റ്റ് ഈ 3-ൽ ഒതുക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ തട്ടിപ്പ് നടത്തിയ സ്ത്രീകൾക്ക് അവിടെ ജോലിക്ക് വന്നത് തന്നെ തട്ടിപ്പ് നടത്താൻ വേണ്ടിയാണ്. അവിടെ ജോലി ചോദിച്ച് വന്ന് അവിടെ കയറിയത് തന്നെ തട്ടിപ്പ് നടത്താൻ വേണ്ടിയാണ്. അപ്പൊ അവരെ ഇങ്ങോട്ട് ജോലിക്ക് പറഞ്ഞു വിട്ടവരും അവരുടെ ബന്ധുക്കളും അവരുടെ സുഹൃത്ത് വലയവും കൂടെ ചെക്ക് ചെയ്താൽ മാത്രമേ യഥാർത്ഥ പ്രതികളെ, ഇതിന്റെ ബ്രെയിൻ ആരാണ്, ഇതിന്റെ ഓപ്പറേറ്റർ ആരാണെന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അത് വരാണ്ടിരിക്കാനാണ് ഈ അഡ്വാൻസ് ആയിട്ട് ജാതി വിവേചനം ഉന്നയിക്കുന്നത്. അപ്പൊ അത് വ്യാജമായിട്ട് ജാതി കാർഡ് ഇറക്കിയാൽ ഒരു കേസും കൂടെ കൊടുക്കേണ്ടതാണ്. കാരണം അവിടെ ജാതി വിവേചനത്തിന് ഒരു സ്കോപ്പ് ഇല്ല, അങ്ങനെ ഒരു പരിപാടി അവിടെ നടന്നിട്ടുമില്ല. ഇത് ഓപ്പൺ ആൻഡ് ഷട്ട് കേസാണ്. കൃത്യമായ ഡിജിറ്റൽ എവിഡൻസും കൃത്യമായ വീഡിയോ എവിഡൻസും ഉള്ള കേസാണ്. കാരണം ഈ ഡിജിറ്റൽ എവിഡൻസ് ഒരു കസ്റ്റമർ കമ്പനിയുടെ അക്കൗണ്ടിലോട്ട് പൈസ ഇടുന്നതിന് പകരം ഇവര് കൊടുത്ത വ്യാജ അക്കൗണ്ടിലോട്ട് പൈസ ഇട്ടെങ്കിൽ അത് ഫ്രോഡാണ്, 420 ആണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് പോലീസിനോ ആർക്കും ഒളിച്ചു കളിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കേരളത്തിലെ എല്ലാ വിഷ്വൽ മീഡിയയും പ്രിന്റ് മീഡിയയും കൂടെ കൃഷ്ണകുമാറിനെ കുരിശ കയറ്റാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. മനോരമയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിന് വരെ എന്തൊക്കെ വ്യാജ വാർത്ത ഇറക്കുന്നതെന്ന് അറിയില്ല. ബാക്കി മീഡിയകളൊന്നും വ്യത്യസ്തമല്ല. ഏഷ്യാനെറ്റ്, മാതൃഭൂമി, സുഡാപ്പി 1, റിപ്പോർട്ടർ, 24 തുടങ്ങി മുഴുവൻ ആൾക്കാരും കുത്തിയിരുന്ന് വ്യാജ വാർത്തകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രിന്റ് മീഡിയ അതിന്റെ അപ്പുറം. അപ്പൊ ഇതിന്റെ അകത്ത്
ഹിന്ദു ബിസിനസ്സുകളെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. വ്യാജമായിട്ടുള്ള ആ കമ്മികളും കൊങ്കികളും ആ ബിസിനസിന്റെ അകത്ത് കയറി ആ ബിസിനസിനെ കൊള്ളയടിക്കുന്നു. ഇതിന് പോലീസും മീഡിയയും കൂട്ടുനിൽക്കുന്നു. ഇതാണ് ഇവിടുത്തെ കേസ്. അതുകൊണ്ട് കൃഷ്ണകുമാർജിയെയും അദ്ദേഹത്തിന്റെ പെൺകുട്ടികളെയും സംരക്ഷിക്കേണ്ട കടമ രാജ്യത്തിനുണ്ട്, നിയമവ്യവസ്ഥയ്ക്കുണ്ട്. അവരുടെ കട കൊള്ളയടിക്കാൻ ശ്രമിച്ചവരെ ജയിലിൽ ഇറക്കണം. അത് ഒത്തുതീർപ്പാക്കാനോ പാടില്ല. മാത്രമല്ല, കട കൊള്ളയടിക്കാനുള്ള ഐഡിയ കൊടുത്തവരെ, കട കൊള്ളയടിക്കാനുള്ള ടെക്നോളജി കൊടുത്തവരെ, കട കൊള്ളയടിച്ചവരെ സംരക്ഷിച്ചവരെയും കൃത്യമായിട്ട് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതാണ്. ഇതിന്റെ അകത്ത് ഒരു രണ്ടു പക്ഷമില്ല. അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം എന്ന് പറഞ്ഞ പോലെ ഈ കേസിൽ രണ്ടു പക്ഷമില്ല, ഒരു പക്ഷം മാത്രമേ ഉള്ളൂ. അത് ഇവിടുത്തെ എന്റർപ്രണറിനെ, ആ പെൺകുട്ടിയാണ്, ദിയ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ആ എന്റർപ്രണർ. അവരെ സംരക്ഷിക്കാനാണ് സമൂഹവും രാഷ്ട്രവും ഗവൺമെന്റും പോലീസും ശ്രമിക്കേണ്ടത്. അല്ലാതെ അവരെ താറടിച്ച് കാണിക്കുകയല്ല. കാരണം തൊഴിൽ കൊടുക്കുമ്പോഴും റിക്രൂട്ട് ചെയ്യുമ്പം ജാതി വ്യവസ്ഥ ഇല്ലെങ്കിൽ പിന്നെ എവിടെയാ ജാതി വ്യവസ്ഥ? ജോലി ചെയ്യുമ്പോൾ ജാതി പ്രശ്നമില്ലെങ്കിൽ പിന്നെ എവിടെയാ ജാതി വ്യവസ്ഥ? അപ്പൊ കള്ളത്തരം പിടിക്കുമ്പോഴാണോ ജാതി വരുന്നത്? അപ്പൊ അങ്ങനെയാണ് എല്ലാവരും എന്തെങ്കിലും കുറ്റം ചെയ്തേച്ച് വേടനാണെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടാൽ മതി. ഇപ്പൊ ഒരുത്തം വന്നിട്ടുണ്ട് പാട്ട് പാടുന്നത്, കഞ്ചാവ് പിടിച്ചപ്പോൾ പറയാ വേടനാണ്. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നീ വേടനാണോ? അല്ല, നീ പിന്നെ എന്തുവാ വേറെ ഏതോ ജാതിയാ. പിന്നെ നീ എന്തിനാ വേടൻ എന്ന് പറഞ്ഞത്? അത് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. കഞ്ചാവ് പിടിക്കുമ്പോൾ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജാതി പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുക. വേടന്മാർ ഇവിടെ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അവരുടെ പേര് പറഞ്ഞാണ് ഈ ശ്രീലങ്കക്കാരൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കഞ്ചാവ് പിടിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പൊ ആ രീതിയിലുള്ള പരിപാടികൾ കേരളത്തിൽ വ്യാപകമാവുന്നുണ്ട്. വ്യാജമായിട്ട് ജാതി അധിക്ഷേപങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയുക. ഇവിടെ എല്ലാവരും എല്ലാ ജാതിക്കാരെയും തുല്യമായിട്ടാണ് കാണുന്നത്. കേരളത്തിൽ അങ്ങനെ ഒരു ജാതി വിവേചനമില്ല, ആർക്കും അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പൊ ഇല്ലാത്ത പ്രശ്നം ഉണ്ടെന്നും പറഞ്ഞ് ജാതി വിവേചനം വന്നപ്പോൾ നമ്മളൊക്കെ കോളേജ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എല്ലാ കുട്ടികളെയും ഒരുപോലെയാണ് കാണുന്നത്. ഒരാള് മദ്യപിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെമ്മാടിത്തരം കാണിക്കുകയോ ചെയ്യുമ്പോഴാണ് ആ കുട്ടിയെ കോളേജിൽ ശിക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പേരൻസിനെ വിളിച്ചു വരുത്തുന്നത്, അല്ലാതെ ജാതി നോക്കിയല്ല. അപ്പൊ ഈ ജാതി നോക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു കള്ളത്തരമാണ്. കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല. ഇത് ഈ മോഷ്ടാക്കൾക്കനുസരിച്ചുള്ള ശിക്ഷ കൊടുക്കുക, മോഷണത്തിന് സഹായിച്ചവരെ അതനുസരിച്ച് ശിക്ഷിക്കുക. അല്ലാതെ ഓണറെ അപകീർത്തിപ്പെടുത്തുവോ ഈ കേസിൽ നിന്ന് ഒരു പ്രഷർ ടാക്ടീസ് ഉപയോഗിച്ച് എന്റെ മോഷണം നീ കണ്ടുപിടിച്ചാൽ നിന്നെ ഞാൻ കേസിൽ കൊടുക്കും എന്നുള്ള പരിപാടി നിർത്തുക. മോഷണം നടത്തിയാൽ, മോഷണം പിടിക്കപ്പെട്ടാൽ മോഷണം നടത്തി എന്നുള്ള കാര്യം സമ്മതിക്കുക. അതാണ് അതിൻ്റെ അകത്തെ കാര്യം. അപ്പൊ ഈ കാര്യത്തിൽ ഒരു ഡിസ്പ്യൂട്ടോ ചർച്ചയോ ആവശ്യമില്ല. പ്രതികൾ ആരാണെന്നുള്ളത് കൃത്യമായ തെളിവുകളുണ്ട്. പോലീസും ഗവൺമെന്റും അതനുസരിച്ച് നടപ്പിലാക്കുക. ബിസിനസിനെ സംരക്ഷിക്കുക, മോഷ്ടാക്കളെ ജയിലിലിറക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ജാതി അതിൻ്റെ അകത്ത് ഒരു പ്രശ്നമല്ല. മാത്രമല്ല, ഈ പ്രതികൾക്ക് ജാതിയുടേതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജും ഇല്ല. അവര് സംരക്ഷിത ജാതിയിൽപ്പെട്ടവരല്ല താൻ. അതാണ് അതിന്റെ ഏറ്റവും രസം. ഈ മോഷ്ടാക്കൾ സംരക്ഷിതമായിട്ടുള്ള ജാതിയിൽപ്പെട്ടവരുമല്ല. അവരുടെ കൂടെ പ്രവർത്തിച്ചവർ, ഈ മോഷണത്തിന് ടെക്നിക്കൽ സഹായം നൽകിയവര് പുറത്തു വന്നാൽ മാത്രമേ അവരെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ അവരുടെ ഏത് ജാതിയാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ അവർ അകത്തിരിക്കുക, അവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഈ പെണ്ണുങ്ങളെ മോഷണത്തിന് സഹായിച്ച വിദ്വാന്മാരെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പൊ ശ്രീ കൃഷ്ണകുമാറിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ സഹായവും ചെയ്യുന്നതായിരിക്കും. അദ്ദേഹത്തിന് എല്ലാ സഹായവും ചെയ്യണമെന്ന് മറ്റുള്ളവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്യും. യെസ്, അതാണ്. എന്തായാലും ഒരു ക്രൈം ചെയ്ത് കഴിയുമ്പോൾ അത് പിടിക്കപ്പെടുമ്പോൾ ജാതിയുടെ ഒരു കാർഡ് വീശുക എന്നുള്ളത് കേരളത്തിൽ വളരെ ട്രെൻഡിങ് ആയി നടക്കുന്ന ഒരു സംഗതി തന്നെയാണ്. കൃഷ്ണകുമാറിന്റെ മകൾ, അതായത് OBYACയുടെ ഉടമ കൂടിയായ ദിയ കൃഷ്ണ തന്നെ പറയുന്നുണ്ട്, തന്റെ വീട്ടിൽ തന്നെ പല ജാതിയിൽപ്പെട്ട ആളുകളാണുള്ളത്. അച്ഛൻ ഒരു ജാതിയാണ്, അമ്മ മറ്റൊരു ജാതിയാണ്, വിവാഹം ചെയ്ത ആളാണെങ്കിൽ മറ്റൊരു ജാതിക്കാരനാണ്. ഇത്തരത്തിൽ 3 മിക്സഡ് ജാതിക്കാരുടെ കൂടെ ജീവിക്കുന്ന താൻ എങ്ങനെ വേറെ ഒരാളുടെ ജാതിയെ അധിക്ഷേപിക്കുമെന്നാണ്. വളരെ ന്യായമായ ഒരു ചോദ്യം കൂടിയാണത്. എന്തായാലും ഇത്തരത്തിൽ കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയ അജണ്ടകൾക്കെതിരെ നടക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ മക്കൾക്ക് നേരെയും നീളുന്നു എന്നതാണ് ഖേദകരം. വ്യക്തമാണ്. താങ്ക് യു സ്റ്റാൻലി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.